ഹായ്! എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനുണ്ടല്ലോ ഇന്ന് പുറത്ത് പോയപ്പോഴേ കുറച്ച് പച്ചച്ചെമ്മീൻ വാങ്ങി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്കറിയാവുന്ന പോലെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ക്ലീൻ ചെയ്തെടുത്ത് വന്നപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഇതിന് വേണ്ട മസാല നമ്മൾ തയ്യാറാക്കിയേ. അതിനായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയായിരുന്നു എടുത്തത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് നമ്മുടെ ചെമ്മീനകത്തോട്ട് ചേർത്ത് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. അരിപ്പൊടി ചേർത്ത് നമ്മുടെ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തത്. അതാകുമ്പോൾ നല്ല ചൂട് നിൽക്കുകയെ. ചട്ടിയിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇത് ഓരോരോ ചെമ്മീനും പെരക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെമ്മീനും അതുപോലെ ഞണ്ട്, കക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെൻ്റെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത്. അമ്മ വീട് കൊല്ലമാണ്, അതുകൊണ്ട് അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുവേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ മേടിച്ച് കഴിക്കുന്ന മീനിൻ്റെയോ ഞണ്ടിൻ്റെയോ കൊഞ്ചിൻ്റെയോ ഒന്നും ടേസ്റ്റല്ല അവിടെ നിന്ന് കഴിക്കുമ്പോൾ. അത് അത്ര ഫ്രഷായിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കാം. നമ്മുടെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അത്ര ഫ്രഷായ സാധനങ്ങൾ കിട്ടുകയല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ അവിടെയെന്ന് പറഞ്ഞാൽ അന്നേരം പിടിക്കുന്നു, അത്ര ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുകയും. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. നമ്മളിവിടെ എത്ര വെച്ചാലും ആ ഒരു രുചി കിട്ടുകയില്ല കേട്ടോ. ദാ നമ്മുടെ ചെമ്മീൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ.